അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ് എന്ന 12ാമത്തെ ചാപ്റ്ററിൻ്റെ വൺ ഷോർട്ട് ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ പരീക്ഷയൊക്കെ അടുത്ത് വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാനില്ല. അപ്പോൾ നമ്മളൊരു ഒറ്റ പാർട്ട് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഈ പറയുന്ന ഒരു PDF നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സാപ്പ് ചാനൽ ലിങ്കും ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ വാട്സാപ്പിൻ്റെ ചാനലിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായത് നോട്ട് കിട്ടും നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഉടനെ കിട്ടിക്കൊള്ളണമെന്നൊന്നും ഇല്ല. പക്ഷേ ടെലഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോയിൻ ചെയ്ത് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സമയം കളയുന്നില്ല, തുടങ്ങാം. അഗ്രികൾച്ചറൽ സെക്ടർ. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. കാരണം നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട തൊഴിൽ മേഖല എന്ന് മാത്രമല്ല, നമുക്ക് ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ കൃഷി വേണം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഓൾഡസ്റ്റും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നടക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ എന്ന് വെച്ചാൽ എന്ത് വരും? ചെടികൾ നട്ട് വളർത്തി നമ്മളതിനെ എന്ത് ചെയ്യുന്നു? വ്യാവസായികമായിട്ടോ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ മൃഗങ്ങളെ വളർത്തുന്നത് നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പോൾ പട്ടുനൂൽ പുഴുവിനെ വളർത്തിയിട്ട് നമ്മൾ പട്ടുനൂലുണ്ടാക്കുന്നു. കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ കോട്ടൺ നൂലുണ്ടാക്കുന്നു. നെല്ല് നടുന്നു, പശുവിനെ വളർത്തുന്നു. ഇതൊക്കെ എന്തിനകത്ത് വരും? അഗ്രികൾച്ചർ സെക്ടറിനകത്ത് വരും. ഇത് ലാർജസ്റ്റ് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാർ ഒരിക്കലും ഒരു യൂണിയനോ സംഘടനയോ ഒന്നും ഉള്ളത് ആൾക്കാരല്ല. നമ്മളെല്ലാവരും കൃഷിക്കാരെന്ന് പറയുമെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കൃഷിക്കാരുണ്ട്. സമ്പന്നരായ കോടീശ്വരന്മാരായ കൃഷിക്കാരുമുണ്ട്, നിത്യപട്ടിണിയിലുള്ള കൃഷിക്കാരുമുണ്ട്. അപ്പോൾ ഇതൊരു അൺഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഇന്ത്യയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫുഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ. എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇറ്റ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മുടെ ആഹാരത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നു, തൊഴിൽ ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രവർത്തിക്കുന്ന മേഖലയാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃഷി പല രീതിയിലുണ്ട് അല്ലേ. നമ്മളെ പട്ടുനൂലുണ്ടാക്കുന്നതും കോട്ടൺ ഉണ്ടാക്കുന്നതും ജൂട്ടുണ്ടാക്കുന്നതും നെല്ലുണ്ടാക്കുന്നതും കരിമ്പ് വിളയിച്ച് ശർക്കരയാക്കുന്നതും ഒക്കെ എന്താണ്? കൃഷിയിൽ വരുന്നതാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കൃഷി രീതി എല്ലായിടത്തും ഒരുപോലെയല്ല. നമ്മുടെ കേരളത്തിൽ നെല്ല് കൃഷി ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലധികം പരുത്തി കൃഷിയൊന്നുമില്ല. അത് മഹാരാഷ്ട്രയിലാണ് അല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് കൃഷി രീതികൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ നോക്കുന്നത്, നമ്മളെ ഈ പറയുന്ന ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തിൻ്റെയും ടോപ്പോഗ്രഫി, അവിടുത്തെ ക്ലൈമറ്റ്, മറ്റ് പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ എന്ത് ക്രോപ്പിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്രോപ്പിംഗ് സിസ്റ്റം? ഒരു സ്ഥലത്ത് എന്ത് ക്രോപ്പ് നമ്മൾ നടണം എന്നുള്ളത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? 1 അവിടുത്തെ നാച്ചുറൽ ഫാക്ടേഴ്സ്, 2 എക്കണോമിക് ഫാക്ടേഴ്സ്, 3 ഇൻഫ്രാസ്ട്രക്ചർ, 4 സോഷ്യൽ ഫാക്ടേഴ്സ്, 5 ഗവൺമെൻറ് പോളിസീസ്, 6 ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഒരുപാടുണ്ടെങ്കിലും പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. നാച്ചുറൽ ഫാക്ടേഴ്സ്, ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് അവിടുത്തെ മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ലേ? അവിടുത്തെ ടോപ്പോഗ്രഫി, അത് കുന്നാണോ അല്ലെങ്കിൽ മലഞ്ചെരിവാണോ, അത് തീരപ്രദേശമാണോ, അത് ഇടനാടാണോ എന്നതിന് ഡിപ്പെൻഡ് ചെയ്യത്തില്ലേ? അവിടുത്തെ കാലാവസ്ഥയും ജലത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് വാട്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ നെല്ല് കർഷകനാണ്, എനിക്ക് നെല്ല് കൃഷിയാണ് ചെയ്യേണ്ടത്. ഈ നെൽകൃഷി ചെയ്യാൻ ഞാൻ നേരെ ഇടുക്കിയിലോട്ട് പോകുമോ അതോ കുട്ടനാട്ടിലോട്ട് പോകുമോ? കുട്ടനാട്ടിലോട്ട് പോകും. കാരണം ഇടുക്കി എന്ന് പറയുന്നത് ഒരു മലയോരമാണ്. അവിടെയാണെങ്കിൽ ഞാൻ റബ്ബർ തോട്ടം വാങ്ങാനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. കാരണം അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ അതിന് അനുയോജ്യമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് ക്രോപ്പിംഗ് സിസ്റ്റം തുടങ്ങണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അവിടുത്തെ നാച്ചുറൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. 2 എക്കണോമിക് ഫാക്ടേഴ്സ്, അതായത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളുടെ പ്രൈസ്, ഫാർമറിൻ്റെ ഇൻകം, ഏരിയ ഓഫ് ദ ലാൻഡ് ഹെൽഡ്. തിരുവനന്തപുരം സിറ്റിക്ക് നടുക്ക് എനിക്കൊരു 50 സെൻറ്റ് വസ്തുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് കൃഷി തുടങ്ങും? ഒരിക്കലും ഇല്ല അല്ലേ. കാരണം എന്താണ്? അത് ഈ പറയുന്ന വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എന്നും പറഞ്ഞ് ഈ പറയുന്ന മറ്റൊരു സ്ഥലം, അതായത് എനിക്കിപ്പോൾ ഇവിടെയാണ് പാലക്കാട് എനിക്ക് നല്ല കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ. മറ്റൊന്ന് ഫാർമറിൻ്റെ ഇൻകം അല്ലേ. എൻ്റെ കയ്യിലുള്ള കാശ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ എന്ത് കൃഷി നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. ചെറുകിട രീതി കൃഷി ചെയ്യണോ അതോ മെഷീൻസിനെ ഇറക്കി കൃഷി ചെയ്യണോ? ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്യുമല്ലോ എന്ത് കൃഷി ചെയ്യണം. അതായത് ഇപ്പോൾ പൈസ ചിലവ് കൂടി വരുന്ന പല ക്രോപ്സും ഉണ്ടാവുമല്ലോ. അതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായാലും ശരി തന്നെ, വളർത്താനായാലും ശരി തന്നെ, വളം ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് കാശ് വേണം.
അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഫാർമറിൻ്റെ ഇൻകം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പ്രോഡക്റ്റുകൾ ഡിപ്പെൻഡും ലാൻഡിന് ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെയാണ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു സ്ഥലത്ത് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, അവിടെ ഇറിഗേഷൻ ഉണ്ടോ, അതായത് ജലസേചനത്തിനുള്ള വഴിയുണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ, സീഡുകളുടെയും ഫെർട്ടിലൈസറിൻ്റെയും പെസ്റ്റിസൈഡിൻ്റെയും അവൈലബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ കൃഷി നന്നായി നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ജലസേചനത്തിനുള്ള മാർഗ്ഗങ്ങളുണ്ടാകും. രാജസ്ഥാനിൽ പോയിട്ട് ഞാൻ കൃഷി ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവിടെ ഇറിഗേഷൻ ഉണ്ടോ നേരാൻ വണ്ണം ഇല്ല. അവിടെ നല്ല രീതിയിൽ വിൻഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റുമോ ഇല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. കൃഷി ചെയ്യുന്ന സാധനം എനിക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നല്ല ട്രാൻസ്പോർട്ടേഷൻ വേണം. ഈ പറയുന്ന മാർക്കറ്റിൽ നല്ല ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൗകര്യങ്ങൾ വേണം. അതായത് എനിക്കിത് കൊണ്ടുപോകാനായിട്ട് അടുത്തായിട്ട് എന്തെങ്കിലും ചന്തയോ മറ്റു കാര്യങ്ങളോ വിപണന മേഖലയോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഈ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്ത് അവൈലബിൾ ആണോ എന്നുള്ളതനുസരിച്ചായിരിക്കും കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത് വരുന്ന സോഷ്യൽ ഫാക്ടേഴ്സ്. എന്തൊക്കെ വരും? ഡയറ്റ്, എഡ്യൂക്കേഷൻ, ജനറേഷണൽ ഡിഫറൻസസ് ഇൻ ദ അഗ്രികൾച്ചർ പ്രാക്ടീസസ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഇപ്പോൾ ഭയങ്കര ഹെൽത്തി കുട്ടന്മാരാണ് അല്ലേ. അപ്പോൾ ഹെൽത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കും. അപ്പോൾ ഹെൽത്ത് ഭയങ്കരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ തേടി പിടിച്ച് വാങ്ങാൻ തയ്യാറാകും. എന്നാൽ സമ്പന്നതല്ലാത്തൊരു നാട്, ആഫ്രിക്ക പോലൊരു സ്ഥലം, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ഒരു നാട്, അവിടെയാണെങ്കിൽ നമ്മൾ അവിടുത്തെ സ്ഥലത്തിന് ചേരുന്ന കൃഷി രീതി അല്ലേ ഉപയോഗിക്കേണ്ടത്? അവിടെ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ജൈവ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് സാധനം കൂടിയ വിലയ്ക്ക് വിറ്റ് പോകുമോ? ഇല്ല. അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്ക് നല്ല കാശൊക്കെ ഉള്ളൊരു ആൾക്കാർ, ഞാൻ ഈ അടുത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് കണ്ടതാണ്. നമ്മുടെ അംബാനിയെ പോലെയുള്ള സമ്പന്നർ സാധനം വാങ്ങുന്ന കട, അങ്ങനെ ഒരു കട ഏതൊരു പയ്യൻ വ്ളോഗിങ് ആയിട്ട് ഇട്ടതാണ്. സംഭവം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാ തക്കാളിയും മുളകൊക്കെ പോലെ കണ്ടാൽ തോന്നും, പക്ഷേ ഇതിൻ്റെയൊക്കെ വില ഭയങ്കര കൂടുതലാണ്. നോക്കിയപ്പോൾ എന്താണ്, ഇതൊക്കെ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്തതാണ്. അപ്പോൾ ആൾക്കാരുടെ ഡയറ്റ് മറ്റു കാര്യങ്ങളൊക്കെ സാധനങ്ങളുടെ വിലയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ആ രീതിക്ക് ചേരുന്ന കൃഷി രീതികളായിരിക്കും ഉപയോഗിക്കേണ്ടത്. ആൾക്കാരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഈ പറയുന്ന കൃഷിയിലുണ്ടാകുന്ന അഗ്രികൾച്ചർ പ്രാക്ടീസിലുണ്ടാകുന്ന വ്യത്യാസം, അതുപോലെ സോഷ്യൽ എൻവയോൺമെൻ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത് ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ, അതായത് ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് കൃഷി ചെയ്യണമെന്നുള്ളത് അവിടെ ഗവൺമെൻറ് നിയമങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. എക്സ്പോർട്ട് ഇമ്പോർട്ടിന് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, അവിടെയുള്ള ടാക്സേഷൻസ്, ലോണിൻ്റെ അവൈലബിലിറ്റി, സബ്സിഡി. ലോൺ അവൈലബിൾ ആണ്, നല്ല രീതിയിൽ സാധനങ്ങൾക്ക് സബ്സിഡിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ കൃഷിക്ക് വേണ്ട സാധനങ്ങൾ നമ്മളവിടെ കൃഷി ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. എന്നാൽ മറ്റൊരു സംസ്ഥാനത്ത് ഈ പറഞ്ഞ ഒന്നും തരുന്നില്ല. സോ അവിടെ കൃഷി ചെയ്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊന്ന് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ വരവോട് കൂടിയിട്ട് ഹൈ ഈൽഡിങ് സീഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ സാധാരണ ചെടിയേക്കാളും കൂടുതൽ ഫലം തരുന്ന ചെടികൾ, അതുപോലെ ഈ പറഞ്ഞ സയൻറ്റിഫിക് ഇറിഗേഷൻസ്, ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻസ്, സ്പ്രിംഗ്ലർ, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം അല്ലെങ്കിൽ ഇതിനൊക്കെ ടെക്നോളജി ഉള്ളപ്പോൾ നമുക്ക് കൃഷി കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മുടെ എഫേർട്ട് കുറച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. മോഡേൺ ടെക്നോളജി, ഇപ്പോഴത്തെ ഈ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെയും AI-യുടെയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നൈസായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു സ്ഥലത്ത് കൃഷി രീതിയെ, ക്രോപ്പിംഗ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലായിടത്തും ഈക്വലായിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ചില ക്രോപ്പുകൾ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, മറ്റു ചില സ്ഥലങ്ങൾ മറ്റൊന്ന് കൾട്ടിവേറ്റ് ചെയ്തത്. കേരള സംസ്ഥാനം എടുക്കുന്നു, തൊട്ട അയൽവക്കത്തിൽ തമിഴ്നാട് എടുക്കുന്നു. കൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ആരായിരിക്കും? തമിഴ്നാടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്ന കൃഷിക്ക് അനുയോജ്യമാണ്. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അത്രത്തോളം അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ, അതുപോലെ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ അവിടെയുള്ള നിയമങ്ങൾ, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, സോഷ്യലായിട്ടുള്ള ഫാക്ടേഴ്സ്, ഇതൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരെ കൂടുതൽ കൃഷി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ട്. സോ ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലായിടത്തും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ കൃഷി രീതി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുക, എന്തുകൊണ്ടായിരിക്കും എല്ലായിടത്തും ഈ പറയുന്ന ഒരേപോലെയുള്ള ക്രോപ്പിംഗ് സിസ്റ്റംസ് നമ്മൾ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. The factors influencing the cropping systems are not distributed equally in all the regions. അതാണ് ഡിഫറൻസിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ സോഷ്യൽ ഫാക്ടേഴ്സ്. ഓക്കെ, കംപ്ലീറ്റ് ദ ഡയഗ്രാം ബൈ സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് വൺസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. സോഷ്യൽ ഫാക്ടറിൽ വരുന്ന എന്തായിരിക്കും? സോഷ്യൽ ഫാക്ടറിനകത്ത് ഇവിടെ വരുന്ന എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കും? എഡ്യൂക്കേഷൻ അല്ലെ, ആൾക്കാരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നാച്ചുറൽ ഫാക്ടറിൽ വരുന്നതാണ്. ടെക്നോളജിക്കൽ ഫാക്ടറിനകത്ത് വരുന്നത് എന്തായിരിക്കും? ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, അല്ല സയൻറ്റിഫിക് ഇറിഗേഷൻ ആയിരിക്കും. ഫാർമറിൻ്റെ ഇൻകം ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്കണോമിക് ഫാക്ടറാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ വരുന്നത് ടാക്സേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് എന്താണ്? ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ
ക്രോപ്പിംഗ് സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. നമ്മളടുത്ത് പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്, ക്രോപ്പിംഗ് സിസ്റ്റംസ്. ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ നമുക്ക് പ്രധാനമായിട്ട് 3ആയിട്ട് തിരിക്കാം. 1 മോണോ ക്രോപ്പിംഗ്, 2 പോളി ക്രോപ്പിംഗ്, 3 റാറ്റൂൺ ക്രോപ്പിംഗ്. ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, പേടിക്കേണ്ട, സിമ്പിൾ സംഭവമാണ്. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, പോളി എന്ന് വെച്ചാൽ 1-ലധികം, റാറ്റൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ മോണോ എന്ന് വെച്ചാൽ 1 എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അറ്റ് എ ടൈം ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്താൽ അതാണ് എന്തെന്ന് പറയുന്നത്, മോണോ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മോണോ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് 1 crop at a time on a farm is called monocropping. പ്രധാനമായിട്ടും നമ്മളിത് തോട്ടങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. തോട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? റബ്ബർ തോട്ടം, തേയിലത്തോട്ടം, വാഴത്തോട്ടം, തെങ്ങും തോട്ടം, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വലിയ അളവിൽ നമ്മൾ ഒരു തരം ക്രോപ്പ് മാത്രം കൾട്ടിവേറ്റ് ചെയ്താൽ അത് മോണോക്രോപ്പ്. പ്രധാനമായിട്ടും ഇപ്പോൾ ബൾക്കായിട്ട് നമുക്കിപ്പോൾ പ്രോഡക്റ്റ് കിട്ടണം, എക്സ്പോർട്ട് ചെയ്യാൻ പോലെയുള്ള മെത്തേഡ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ കൃഷി രീതി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 1 crop ആയിരിക്കും. പ്ലാന്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഇവിടെ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ഒരേ ക്രോപ്പ് അല്ലേ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരേ സമയം അത് എന്ത് ചെയ്യുന്നു, വിളഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് ഒരേ സമയം എന്ത് ചെയ്യാം, അതിൻ്റെ ഈൽഡ് എടുക്കാനായിട്ട് പറ്റും. അഡ്വാൻറ്റേജ്, പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. കാരണം ഒരേ സമയമല്ലേ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഒരുമിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സമയം അറ്റ് എ ടൈം ഇറക്കിയാൽ മതിയാകും. ഓക്കെ, പക്ഷേ പ്രശ്നം പെസ്റ്റ് അറ്റാക്കാണ്. ഏതെങ്കിലും ഒരു ചെടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെസ്റ്റ് വന്നാൽ ആ പെസ്റ്റിൻ്റെ ചാകരയാണ് അല്ലേ. അതിന് ഈ ചെടിയില്ലെങ്കിൽ അടുത്ത ചെടി, ഇങ്ങനെ മൊത്തം ചെടികൾ കിടക്കുകയാണ്. അപ്പോൾ ഈ ചെടികളിൽ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ റബ്ബർ, ടീ, ടപ്പിയോക്ക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മോണോക്രോപ്പിങ്ങിൽ വരുന്നത്. ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ പറ്റും? 3. മോണോ, പോളി, റാറ്റൂൺ. മോണോ, പോളി, റാറ്റൂൺ. മോണോ എന്ന് വെച്ചാൽ 1, അറ്റ് എ ടൈം 1 crop ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഗുണം എന്ന് പറഞ്ഞത് എന്താണ്? നമുക്ക് ഈൽഡ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും. പ്രധാനപ്പെട്ട പ്രശ്നം പെസ്റ്റ് അറ്റാക്ക്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ആദ്യം എന്താണ് സംഭവം, അഡ്വാൻറ്റേജ് എന്ത്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് പോളി ക്രോപ്പിംഗ്. അപ്പോൾ പോളി എന്ന് വെച്ചാൽ 1-ലധികം, അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്നും വിളിക്കാം. ഇത് കുറച്ച് ഉണ്ട്. മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിൽ വരുന്ന മെത്തേഡുകളാണ് മിക്സഡ് ക്രോപ്പിംഗ്, ഇന്റർ ക്രോപ്പിംഗ്, സീക്വൻസ് ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, മൾട്ടി ടയർ ക്രോപ്പിംഗ്. പേരൊന്നും കാണാതെ പഠിച്ചു വെച്ചു, അത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സംഭവങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? 2 or more crops. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 1-ലധികം അല്ലേ. അപ്പോൾ 1-ലധികം 2 or more crops ഒരു സിംഗിൾ പ്ലോട്ടിൽ അറ്റ് എ ടൈം നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. മാക്സിമം നാച്ചുറൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അല്ലെങ്കിൽ പോളി ക്രോപ്പിംഗ് എന്ത് ചെയ്യുന്നത്. അതായത് ഒരേ സമയം നമുക്ക് ഒരു ഫീൽഡിൽ 1-ലധികം ചെടികൾ നടും. അതിലാദ്യം വരുന്നതാണ് മിക്സഡ് ക്രോപ്പിംഗ്. എന്താ മിക്സഡ് ക്രോപ്പിംഗ്? മിക്സ് ചെയ്ത് നടുന്നു. എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്ത് നടുന്നു. ഇതാ ഇവിടെ കണ്ടോ, ഒരേ സമയം നമ്മുടെ ചോളവും ഗ്രൗണ്ട് നട്ടും ഒരേ സ്ഥലത്ത് ഇടയൊന്നുമില്ലാതെ ഇങ്ങനെ കാട് പോലെ നട്ടിട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിക്സഡ് ക്രോപ്പിംഗ് എന്ന് വിളിക്കും. മിക്സ് ചെയ്യുക. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, എല്ലാത്തിൻ്റെ സീഡിനെയും കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വാരി അങ്ങോട്ട് വിതറുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇത് എന്തെങ്കിലുമൊക്കെ ഓർഡറിൽ അങ്ങോട്ട് വളർന്നു വരും അല്ലെ. പ്രത്യേക രീതിയൊന്നുമില്ല. നോക്കിയേ, കൾട്ടിവേഷൻ ഓഫ് 2 or more crop സൈമൾട്ടേനിയസ്ലി ഓൺ ആൻ അഗ്രികൾച്ചർ ലാൻഡ് വിത്തൗട്ട് മെയിൻറ്റെയിനിങ് സ്പേസിങ് ബിറ്റ്വീൻ ദം. അപ്പോൾ കണ്ടോ, ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് വാരിയിട്ട് നടുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? മിക്സായി തന്നെ വളർന്നു വരുന്നു. അപ്പോൾ സ്പേസ് ഒന്നും ഇല്ലാതെ 1-ലധികം ക്രോപ്സ് ഒരേ സ്ഥലത്ത് നമ്മൾ നട്ടിട്ടാൽ അതാണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഡ്രൈ ഏരിയാസിലൊക്കെയാണ് നമ്മളിത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്താ ഗുണം? ഒരു ക്രോപ്പ് ഫെയിലായാലും മറ്റൊരുത്തനിൽ നിന്ന് നമുക്ക് ഈൽഡ് കിട്ടും. അതായത് മെയ്സ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിലിട്ട് വിറ്റ് കാശാക്കാം. ഗ്രൗണ്ടിലിട്ട് കരിഞ്ഞു പോയാലോ മെയ്സ് വിറ്റ് കാശാക്കാം. മെയ്സ്, ഗ്രൗണ്ടിലിട്ട്, കോക്കനട്ട്, PGNP ഒക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ നടത്തുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർ ക്രോപ്പിംഗ്. എന്താണ് ഇന്റർ ക്രോപ്പിംഗ്? കണ്ടോ, കോക്കനട്ടിൻ്റെ കൂടെ പ്ലാന്റെയിൻ എന്ന് വെച്ചാൽ വാഴ. എന്താ സംഭവം? ഓക്കെ, ഇവിടെയും നമ്മൾ 2 ക്രോപ്പ് നടന്നു. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ അനദർ ക്രോപ്പ് ഈസ് കൾട്ടിവേറ്റഡ് ബിറ്റ്വീൻ ദ മെയിൻ ക്രോപ്പ് ഇൻ എ സ്പെസിഫിക് പാറ്റേൺ. മറ്റിടത്ത് വിത്തൗട്ട് എനി സ്പേസ്, പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ലാതെ നട്ടാൽ അത് മിക്സഡ് ക്രോപ്പിംഗ്. ഒരു പ്രത്യേക പാറ്റേണിൽ നമ്മൾ നട്ടാൽ അത് ഇന്റർ ക്രോപ്പിംഗ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സുകൾ എഫിഷ്യൻ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ ഈ ചെടികൾ വളർന്നു വരുന്ന ഓർഡർ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതായത് നോക്കിയേ, കൺട്രോളിങ് വീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉദാഹരണം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, നമ്മൾ കോട്ടൺ നടുന്നു, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിനിട്ട് നടും. കാരണം ഇത് രണ്ടും വളരുന്ന അളവെന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഒന്ന് പതുക്കെ ആയിരിക്കും, ഒന്ന് നേരത്തെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, തെങ്ങ് നമ്മൾ നടുന്നു, തെങ്ങിനോടൊപ്പം നമ്മൾ വാഴ നടുന്നു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം,
തെങ്ങ് ഉയരത്തിൽ പോകുന്ന ഒന്നാണ്. അപ്പോൾ പുതിയൊരു പാടത്ത് ഞാൻ തെങ്ങും വാഴയും നട്ടാൽ തെങ്ങ് വളർന്ന് പൊക്കം വയ്ക്കാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് വാഴ നമുക്ക് ഒരു തവണ നട്ട് അതിൻ്റെ ഈൽഡെടുത്ത് കഴിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ തെങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇവിടെ നമ്മൾ മാറ്റി പുതിയൊരു ക്രോപ്പ് നട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇത് വളർന്നുകൊണ്ടിരിക്കും. രണ്ടിൻ്റെയും എന്ത് വ്യത്യാസമായിരിക്കും? ഈ പറയുന്ന വളർച്ചയുടെ നിരക്ക് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക പാറ്റേണിൽ നട്ടു പോകാൻ പറ്റും, പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. ഗുണം വീട് കൺട്രോളും പെസ്റ്റ് കൺട്രോളും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് ഒറ്റയടിക്കുക നെറ്റാക്കൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല നമുക്ക് ഈൽഡും ഇവിടെ നിന്ന് കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, പ്ലാന്റേഷൻ കൾട്ടിവേറ്റഡ് ആസ് ഇന്റർ ക്രോപ്പ് ഇൻ കോക്കനട്ട് പ്ലാന്റേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് സീക്വൻസ് ക്രോപ്പിംഗ്. എന്താണ് സീക്വൻസ് ക്രോപ്പിംഗ്? ഇത് നമ്മൾ ഇടവിള എന്ന് പറയുകയാണെങ്കിൽ പറയാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതേ ഫീൽഡിൽ മറ്റൊരു ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്താൽ അതാണ് സീക്വൻസ് ക്രോപ്പിംഗ്. ഉദാഹരണം പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ പാഡി ഫീൽഡിൽ പാഡി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു, നെല്ല് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സീസൺ വരുമ്പോഴല്ലേ നെല്ല് വീണ്ടും നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ പയറ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ പാവൽ അല്ലെങ്കിൽ പടവലം പോലെയുള്ളത് പാടങ്ങൾ നടും. ഇതിനാണ് നമ്മൾ സീക്വൻസ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്. മിക്സഡ് ക്രോപ്പിങ്ങിൽ ഒരുമിച്ച് വാരിയിട്ടു, ഇന്റർ ക്രോപ്പിങ്ങിൽ ഒരുമിച്ച് നട്ടു, പക്ഷെ ഒരു പാറ്റേണിൽ നട്ടു. സീക്വൻസ് ക്രോപ്പിങ്ങിൽ ഒന്ന് നട്ട് കഴിഞ്ഞിട്ട് മറ്റൊന്ന് നട്ടു. അനദർ ഷോർട്ട് ക്രോപ്പ്. അപ്പോൾ എന്താ ഡെഫിനിഷൻ? മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് അനദർ ഷോർട്ട് ടേം ക്രോപ്പ് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കാച്ച് വിളവ് കിട്ടും. ഇൻ ദ സെയിം ഫീൽഡ് എപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ദ മെയിൻ ക്രോപ്പ് നട്ട് കഴിഞ്ഞ് അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അല്ല, ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മണ്ണിനകത്തുള്ള ഈർപ്പവും അവിടെയുള്ള ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് എന്തായിരിക്കും? പാടം വെറുതെ കിടക്കത്തില്ല. അതായത് ഇപ്പോൾ നെല്ല് നട്ട് കർഷകന് ഈ ഇടയ്ക്കുള്ള 2-3 മാസം വരുമാനം ഇല്ലാതൊന്നും കിടക്കത്തില്ല. ഈ പറയുന്ന സാധനം വിറ്റിട്ടുള്ള കാശെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. മാത്രമല്ല ഇത് മണ്ണിന് നൈട്രോജൻ ഫിക്സിങ്ങിനെയും ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പറയുന്ന പയറ് വർഗ്ഗങ്ങളിൽ ഈ പറഞ്ഞ റൂട്ട് നോഡ്യൂൾസ് ഉണ്ട്. ഈ റൂട്ട് നോഡ്യൂൾസിനകത്ത് നൈട്രോജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ട്. അതായത് ഇപ്പോൾ പയറ് പറിച്ചതിന് ശേഷം ഈ വള്ളിയും സാധനമൊക്കെ ഒരു മണ്ണിൽ തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും കൂട്ടും. കുറച്ച് നമ്മൾ വേറെ രീതിയിൽ പഠിക്കും. എന്നാലും ഇപ്പോൾ നോക്കിയോ റിലേ ക്രോപ്പിംഗ്. റിലേ ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിലേ ഓടുന്ന കണ്ടിട്ടുണ്ടോ? ഒരാൾ ഓടിത്തുടങ്ങി ഫിനിഷിംഗ് ലൈൻ എത്തുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കമ്പ് മറ്റൊരാളിൽ കൊടുക്കും. അപ്പോൾ അതുപോലെ ഒരു ക്രോപ്പ് നമ്മൾ നട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ മറ്റൊന്നും കൂടെ നടും. ഇപ്പോൾ നോക്കിക്കോ, മെത്തേഡ് ഓഫ് ഗ്രോയിങ് എ സെക്കൻഡ് ക്രോപ്പ് ഓൺ ദ ഫീൽഡ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ദ ഫസ്റ്റ് ക്രോപ്പ്. എന്താ സംഭവം? സെക്കൻഡ് ക്രോപ്പ് ഫസ്റ്റ് ക്രോപ്പ് നട്ട് തീരുന്നതിന് മുമ്പ് റിലേ ഓടുമ്പോൾ എങ്ങനെയാണ്? ഓടി നമ്മൾ ഫിനിഷിംഗ് ലൈൻ എത്തുന്നതിന് മുമ്പ് മറ്റൊരാളുണ്ടാവും, അയാളുടെ കയ്യിൽ കൊടുക്കും. അതുപോലെ ഒരു ചെടി നട്ട് വളർന്ന് ഈൽഡെടുക്കാറായി വരുമ്പോഴത്തേക്കും അടുത്തതും കൂടെ നട്ട് വയ്ക്കും. കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അടുത്ത ആൾ വരും. അതാണ് എന്തെന്ന് പറയുന്നത്? റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വാഴ കുലച്ചു പഴമായി, അത് പരുവമായി പാകമായി വരുന്നതിന് മുമ്പേ അതേ ഫീൽഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്താൽ അതാണ് റിലേ ക്രോപ്പിങ്ങിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു സെക്കൻഡ് ക്രോപ്പിനെ നമ്മൾ ഗ്രോ ചെയ്യുന്നു, ഫസ്റ്റ് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അതാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്ന ഓർഡർ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ആദ്യം മിക്സഡ് ക്രോപ്പിങ്ങിൽ മിക്സ് ചെയ്ത് നട്ടു, അത് കഴിഞ്ഞ് നമ്മൾ ഇന്റർ ക്രോപ്പിങ്ങിൽ സീക്വൻസിൽ മിക്സ് ചെയ്ത് നട്ടു, പക്ഷേ ഒരു പ്രത്യേക സീക്വൻസിൽ നട്ടു. മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ഈ പറഞ്ഞ സീക്വൻഷ്യൽ ക്രോപ്പിംഗ്, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്. നാലാമത് പഠിച്ചതാണ് റിലേ, ഒന്ന് നട്ട് തീരുന്നതിന് മുമ്പേ അല്ലേ? നമ്മൾ സീക്വൻസിൽ എന്തായിരുന്നു? ഒരു നട്ട് തീർന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത നട്ടത്. ഇവിടെ അതൊന്നുമില്ല, അത് തീരുന്നതിന് മുന്നേ തന്നെ അടുത്തവന് നടും. അതാണ് റിലേ ക്രോപ്പിംഗ്. ഇത് ക്രോപ്പ് റൊട്ടേഷൻ. ഈ ക്രോപ്പ് റൊട്ടേഷൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സീക്വൻസ് ക്രോപ്പിങ്ങിൻ്റെ ഒരു സെയിം സംഭവം തന്നെയാണ്. വേറൊന്നുമില്ല. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിയുന്നിട്ട് വീണ്ടും അതേ സ്ഥലത്ത് അതേ ചെടി നടാതെ മറ്റൊരു ചെടി നടും. ഇവിടെ നോക്കിക്കോ, മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് ദ ക്രോപ്പ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ഫാമിലീസ് ഓൺ ദ സെയിം ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ഈച്ച് ക്രോപ്പ്. എക്സാമ്പിൾ നോക്ക്, കൾട്ടിവേറ്റിംഗ് പീസ് ആഫ്റ്റർ പാഡി. ഇത് തന്നെയല്ലേ നമ്മളവിടെ സീക്വൻസിൽ പഠിച്ചത്? സംഭവം ഏതാണ്ട് സെയിം തന്നെയാണ്, വേറെ രീതിയിൽ പറയുന്നത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. നേരത്തെ റൈസോബിയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നില്ലേ, റൂട്ട് നോഡ്യൂൾസ് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്ന്. അതാണ് സംഭവം. നിങ്ങൾ ബയോളജി പഠിക്കുന്നുണ്ടാവും അല്ലേ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഇത് നമ്മളെ സഹായിക്കുന്നു. അതാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഇനി വരുന്നതാണ് മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി ടയർ ക്രോപ്പിംഗ്. മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി ടയർ ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമുക്ക് ഒരേ സ്ഥലത്ത് നമുക്ക് പല ഉയരത്തിലും പല അളവിൽ ഈ പറയുന്ന മണ്ണിലേക്ക് വേര് പോകുന്ന ചെടികളെയും ഒരുമിച്ച് നടത്തുന്ന പരിപാടി. ഇന്റർ ക്രോപ്പിംഗ് പോലെ തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ,
ഡിഫറൻറ്റ് ഹൈറ്റിലും ഡിഫറൻറ്റ് റൂട്ട് ഡെപ്തിലും വരുന്ന ചെടികളെ നമ്മൾ സൺലൈറ്റ് റിക്വയർമെൻറ്റ് ഓരോന്നായിരിക്കും നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഫീൽഡിൽ നട്ടാൽ ഇതാണ് എന്തെന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇൻ്റർ ക്രോപ്പിംഗ് ഏതാണ്ട് ഇതുപോലെയല്ലേ? ഏതാണ്ട് ഇൻ്റർ ക്രോപ്പിംഗ് ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ കോക്കനട്ടും പെപ്പറും ജിഞ്ചറും അല്ലെങ്കിൽ ടെർമറിക്കും നടന്നു. കോക്കനട്ട് ഉയരത്തിൽ പോവും, ടെർമറിക്ക് ഇതാ കിടക്കുന്നു, ഈ പറയുന്ന പെപ്പർ വള്ളിച്ചെടിയാണ്. അപ്പോൾ മൂന്നിനും 3 തരം റിക്വയർമെൻ്റാണ് സൺലൈറ്റും വെള്ളമൊക്കെ വേണ്ടത്. അത് 3 ഒരേ സമയത്ത് ഈ ഫീൽഡിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമുക്ക് 3 ചെടി ഒരുമിച്ച് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടി സ്റ്റോറീഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി ടയർ ക്രോപ്പിംഗ് ഇൻ്റർ ക്രോപ്പിംഗുമായിട്ട് ബന്ധമുണ്ട്. ഈ പറയുന്ന ക്രോപ്പ് റൊട്ടേഷൻ ആണെങ്കിൽ എന്താണ് സീക്വൻഷ്യൽ ക്രോപ്പിംഗുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 2 മെത്തേഡ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് എന്ത് റാക്കൂൺ ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ ഇവിടെ കീര നട്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ അടുക്കള തോട്ടത്തിൽ നട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ കീര നമ്മൾ എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്? പിഴുതെടുക്കുകയാണോ ചെയ്യുന്നത്, മുറിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? മുറിച്ചെടുക്കും. അപ്പോൾ മുറിച്ചെടുത്തതിന് ശേഷമുള്ള ആ ഒരു കുറ്റി അവിടെ നിൽക്കത്തില്ലേ, അതിൽ നിന്നും പുതിയൊരു ചെടി വളർന്നു വരും. ഈ ഒരു രീതിയാണ് റാക്കൂൺ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷുഗർ കെയിൻ നല്ലൊരു ഉദാഹരണമാണ്. ഈ ഷുഗർ കെയിൻ നമ്മൾ ഒരിക്കലും പിഴുതല്ല എടുക്കുന്നത്, പിന്നെ എന്താ അതിനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും മുള വരും. അപ്പോൾ വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീണ്ടും നടാനുള്ള കോസ്റ്റ് ലാഭിക്കാം, ഈളൊരു ഇച്ചിരി കുറയും, എന്നാലും നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ലാഭകരം ആയിരിക്കും. അതായത് റൂട്ട് അല്ലെ ഹാർവെസ്റ്റിംഗ് ദ റൂട്ട് ഓർ ലോവർ പാർട്ട് ഓഫ് ദ ക്രോപ്പ് ഈസ് ലെഫ്റ്റ് അൺകട്ട്. അതായത് ഹാർവെസ്റ്റിങ്ങിൽ റൂട്ട് അല്ലെങ്കിൽ ലോവർ പാർട്ട് നമ്മൾ അവിടെ തന്നെ കട്ട് ചെയ്തിട്ട് ബാക്കി അവിടെ നിർത്തി വയ്ക്കും. സോ ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ദ ക്രോപ്പ് ദാറ്റ് വാസ് കൾട്ടിവേറ്റഡ് ഗ്രോസ് എഗെയിൻ ആൻഡ് പ്രൊഡ്യൂസസ് ഈൽഡ്. അപ്പോൾ ഈ പറയുന്ന കുറ്റിയിൽ നിന്നും എന്ത് പറ്റും, പുതിയൊരു ചെടി വളർന്നു വന്ന് അത് നമുക്ക് ഈൽഡ് തരും. അപ്പോൾ അതാണ് ഗുണമെന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ചെടിയിൽ നിന്നും പലതവണ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈൽഡ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. അതുപോലെ പെസ്റ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സ്പിനാച്ച്, കീര, ഷുഗർ കെയിൻ ഇത് രണ്ടുമാണ് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം കവർ ചെയ്തു. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പഠിച്ചത് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഓൾഡസ്റ്റും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റുമാണ് അഗ്രികൾച്ചർ. നോട്ടൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് പോകുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കിയോ, നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് എന്താണ്, ഓൾഡസ്റ്റും ഇമ്പോർട്ടൻറ്റുമാണ്, ലാർജസ്റ്റ് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്, എംപ്ലോയ്മെൻറ്റും ഫുഡ് സെക്യൂരിറ്റിയും കൊടുക്കുന്നു, പല പല ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള റോ മെറ്റീരിയലും ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള കൃഷിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് നാച്ചുറൽ ഫാക്ടറുണ്ട്, എക്കണോമിക് ഫാക്ടറുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, സോഷ്യൽ ഫാക്ടർ, ഗവൺമെൻറ്റിൻ്റെ പോളിസികളും ടെക്നോളജിക്കൽ ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യും. ഇത് മാറുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു സ്ഥലത്ത് എങ്ങനെ കൃഷി, എന്ത് ക്രോപ്പിംഗ് സിസ്റ്റം നമ്മൾ നടത്തുമെന്ന് തീരുമാനിക്കുന്നത്. ഈ ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അപ്പോൾ എന്താണ്, ഏത് ഓർഡറിലാണ് ചെടി നടുന്നത്, ഏത് രീതിയിലാണ് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും. മോണോ ക്രോപ്പിംഗ്, പോളി ക്രോപ്പിംഗ്, റാക്കൂൺ ക്രോപ്പിംഗ്. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു ചെടി അല്ലേ, ഒരു ചെടി അറ്റ് എ ടൈം നടുന്നു, എക്സ്പോർട്ടിന് വേണ്ടി നടുന്നു. ഇത് ഹാർവെസ്റ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്, പ്രോഫിറ്റ് കൂടുതലാണ്, പക്ഷേ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകും. തോട്ടവിളകളാണ് മോണോ ക്രോപ്പിനകത്ത് വരുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോളി ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം ചെടികളെ ഒരേ സമയം നമ്മൾ നടുന്നു, പക്ഷേ നാച്ചുറൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടാതെ. അത് വരുന്നതാണ് മിക്സഡ് ക്രോപ്പിംഗ്, ഇൻ്റർ ക്രോപ്പിംഗ്, സീക്വൻസ് ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, മൾട്ടി ടയർ ക്രോപ്പിംഗ്. ഇപ്പം തന്നെ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. കിട്ടുന്നുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. മിക്സഡ് ക്രോപ്പിംഗ് എന്തായിരിക്കും? സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രത്യേക സ്പേസ് ഒന്നും വിടാതെ നമ്മൾ നട്ട് വെച്ചാൽ അത് മിക്സഡ് ക്രോപ്പിംഗ്. ഡ്രൈ ഏരിയകളിലാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു ക്രോപ്പിൻ്റെ ഈൽഡ് നഷ്ടപ്പെട്ടാൽ മറ്റൊന്നിൽ നിന്ന് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെയ്സ്, ഗ്രൗണ്ട് നട്ട്, കോക്കനട്ട്, പീച്ച് ആൻഡ് പീ ഒക്കെയാണ് ഉദാഹരണം. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഠിച്ചു വെച്ചോ, എക്സാമ്പിൾ ചോദിക്കും. ഇൻ്റർ ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന് വേണം, പക്ഷേ ഒരു സ്പെസിഫിക് പാറ്റേണിൽ ആയിരിക്കും. അഡ്വാൻറ്റേജ് എന്തായിരിക്കും, നമുക്ക് ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ എന്തായിരിക്കും, വീഡ് കൺട്രോൾ അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വീടെന്ന് വെച്ചാൽ കള എന്നാണ് അർത്ഥം. ഗ്രൗണ്ട് നട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു, കോട്ടനോടൊപ്പം അല്ലെങ്കിൽ എന്താണ് തെങ്ങിനോടൊപ്പം തന്നെ വാഴ കൾട്ടിവേറ്റ് ചെയ്യും. സീക്വൻസ് ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ക്രോപ്പ്, ഒരു ക്രോപ്പ് നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടുന്നു. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മണ്ണിലുള്ള ഈർപ്പവും ന്യൂട്രിയൻസും ഒക്കെ ഉപയോഗിക്കാനും പറ്റും. നമ്മളിത് പഠിച്ചു, ക്രോപ്പ് റൊട്ടേഷൻ പഠിച്ചു, ഫെർട്ടിലിറ്റിയും ഇത് കൂട്ടും. പാഡിക്ക് ശേഷം പൾസസ് നടുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്തതിന് മുന്നേ തന്നെ മറ്റൊരു ക്രോപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും. റിലേ ഓടുന്ന പോലെ തീരുന്നതിന് മുന്നേ അടുത്ത ആൾ വരും. നമ്മൾ
എന്താണ് ഈ പറയുന്ന വാഴത്തോട്ടത്തിൽ പച്ചക്കറി നടുന്നത് ഉദാഹരണം. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ഫാമിലി കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം മറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചെടിയെ നമ്മൾ നടുന്നു. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പീസ് ആഫ്റ്റർ പാഡി. മൾട്ടി സ്റ്റോറിഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെയർഡ് ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? വ്യത്യസ്തമായ ഹൈറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള റൂട്ട് ഡെപ്തുള്ള ചെടികൾ ഒരേ സമയം നമ്മൾ നടുന്നു. കാരണം ഇവർക്ക് ഓരോന്നിനും വേണ്ട വാട്ടറിൻ്റെയും സൺലൈറ്റിൻ്റെയും അളവെന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ വരുന്ന സൺലൈറ്റും വെള്ളമൊക്കെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കോക്കനട്ടിൻ്റെ കൂടെ പെപ്പറും ജിഞ്ചറും നടുന്നത് ഉദാഹരണം. നെക്സ്റ്റ് വരുന്നതാണ് റാറ്റൂൺ ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? റൂട്ട് ഓർ ലോവർ പാർട്ട് ഓഫ് ദ ക്രോപ്പ് ഈസ് ലെഫ്റ്റ് അൺകട്ട് ഡ്യൂറിങ് ദ ഹാർവെസ്റ്റിംഗ്. എന്നിട്ട് എന്ത് പറ്റും? ആഫ്റ്റർ ദ മെയിൻ ഹാർവെസ്റ്റ് ദ റിമൈനിങ് സ്ട്രബിൾ എന്ന് വെച്ചാൽ ബാക്കി ഭാഗം റീഗ്രോ ടു പ്രൊഡ്യൂസ് ആൻ അനദർ പ്ലാന്റ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സെയിം ക്രോപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് സമയം ഈൽഡെടുക്കാൻ പറ്റും. ലേബർ ചാർജ് കുറവാണ്. കോസ്റ്റ് ഓഫ് പ്ലാന്റിങ്ങും സീഡിങ്ങും നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈൽഡ് എന്ന് പറയുന്നത് കുറവ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ. അതായത് നമ്മുടെ ഈ പറഞ്ഞ കൃഷിക്ക് നമ്മളിന്ന് ഉപയോഗിക്കുന്ന കുറച്ച് പുതിയ ശാസ്ത്രീയമായിട്ടുള്ള രീതികളാണ് പറയുന്നത്. എന്തൊക്കെ അതിനകത്ത് വരും? റെയിൻ ഷെൽട്ടർ ഫാമിംഗ്, പോളി ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഡിജിറ്റൽ ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്. വളരെ സിമ്പിളാണ്. അതിലാദ്യം വരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത അറിയാമല്ലോ. കൃഷി അല്ലെങ്കിൽ ആഹാരത്തിനോടുള്ള ആവശ്യം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് കൂടി വരികയാണ്. അപ്പോൾ ട്രഡീഷണൽ രീതിയിൽ മാത്രം കൃഷി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന അത്രയും ഈൽഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഉള്ള സ്ഥലത്ത് നിന്ന് മാക്സിമം കൃഷിയിലൂടെ നമുക്ക് ഫലം കിട്ടണം. അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളെ നമ്മൾ കൃഷിയോഗ്യമായിട്ട് മാറ്റണം. അപ്പോൾ അതിനാണ് ഈ മോഡേൺ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിലാദ്യം വരുന്നത് റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. നിങ്ങളുടെയൊക്കെ വീടിനടുത്ത് നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ കണ്ടിട്ടുണ്ടാകും. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെടി നഴ്സറികളിലെങ്കിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാകും അല്ലേ? എന്താ സംഭവം? നാച്ചുറലി വരുന്ന വെള്ളവും ഈ പറഞ്ഞ സൺലൈറ്റും എല്ലാ ചെടികൾക്കും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വെയിലും മഴയും കിട്ടും. എന്നാൽ ചില ചെടികൾ വളരാൻ ഇത്രയും മഴയും വെയിലും വേണ്ട. അപ്പോൾ നമ്മൾ ഈ പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് വരുന്ന ഡയറക്റ്റ് വെയിലിനെയും മഴയെയും നമ്മൾ കുറച്ചിട്ട് നമ്മൾ അല്ലാതെ വെള്ളവും ഒരു മീഡിയം വെയിലും കൊടുക്കും. കാരണം മീഡിയം വെയിൽ മതിയാ ചെടി വളരാൻ. അങ്ങനെ കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്ന പരിപാടി. അതായത് പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ തണലിലായിരിക്കും, കനോപ്പി എന്ന് വെച്ചാൽ അതിൻ്റെ നിഴലിൽ അല്ലെങ്കിൽ തണലിലായിരിക്കും ഈ പറയുന്ന ചെടികൾ വളരുന്നത്. അതായത് എക്സസീവ് റെയിനും അതുപോലെ എക്സസീവ് ആയിട്ടുള്ള സൺലൈറ്റും വേണ്ടാത്ത ചെടികൾക്ക് നെസസറി ആയിട്ടുള്ള അളവിൽ മാത്രം ഇത് കിട്ടുക എന്നുള്ളതാണ് റെയിൻ ഷെൽട്ടർ ഫാമിങ്ങിൻ്റെ ഉദ്ദേശം. റെയിൻ ഷെൽട്ടർ, മഴയിൽ നിന്ന് ഷെൽട്ടർ ചെയ്യുന്നു ചെടികളെ. ചില ചെടികൾക്ക് ഇത്രയും വെള്ളം വേണ്ട, അഴുകിപ്പോവും. അതുപോലെ അത്ര വെയിൽ വേണ്ട. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗ്രീൻ ഷീറ്റ് വെച്ചിട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയും. സാധാരണ ടെറസിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും. കാരണം ടെറസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കരമായിട്ട് വെയിലും ഡയറക്റ്റായിട്ട് മഴയും വീഴും. ചിലപ്പോൾ ചില ചെടിയൊക്കെ അത് വേണ്ട, അവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? എ റെയിൻ ഷെൽട്ടർ ഈസ് എ റൂഫ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തൊരു റൂഫാണ് ഇത്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ് വെച്ച് നമുക്കൊരു നിഴൽ ഉണ്ടാക്കാൻ, ഒരു കനോപ്പി, ഒരു നിഴൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ എക്സസീവ് റെയിനിൽ നിന്നും അതുപോലെ നെസസറി സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഹൈ പ്രൊഡക്ഷൻ വർഷം മുഴുവനും കിട്ടാനായിട്ട് സഹായിക്കും. അതായത് അഡ്വേഴ്സ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻ ഉള്ളിടത്ത് നമുക്ക് ഈ ഒരു കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാറ്റാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് പോളി ഹൗസ് ഫാമിംഗ്. പോളി ഹൗസ് ഫാമിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഈ പറയുന്ന ഷെൽട്ടർ പൂർണ്ണമായിട്ടും ഇതിൽ കവർ ചെയ്തിരിക്കുകയാണ്. അതായത് പുറത്തു നിന്നുള്ള കാറ്റും വെളിച്ചവും പോലും ഇതിനകത്ത് നേരാവണ്ണം വരത്തില്ല. അതായത് ചില സമയത്ത് നമ്മൾ ഈ ചെടിക്ക് വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ തണുത്ത കാലാവസ്ഥ അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലത്ത് വളരേണ്ട ഒരു ചെടിയെ നമുക്ക് ഡ്രൈ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് വളർത്തിയെടുക്കണമെങ്കിൽ നമുക്കിവിടെ പോളി ഹൗസ് ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കുങ്കുമപ്പൂ എന്നൊക്കെ പറയുന്ന സാധനം ഹിമാലയത്തിൻ്റെയൊക്കെ ആ ഭാഗം, പാകിസ്ഥാൻ ആ ഒരു ഭാഗത്തൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനമാണ്. അവിടുത്തെ ക്ലൈമറ്റിനാണ് അത് വളരുന്നത്. നമുക്ക് ഇന്ന് ഇവിടെ ഈ പറഞ്ഞ പോളി ഹൗസിനകത്ത് അതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിൽ നിന്നും റെയിനിൽ നിന്നും കോൾഡിൽ നിന്നും സൺലൈറ്റിൽ നിന്നുമൊക്കെ നമുക്ക് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോളി ഹൗസുകൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് പൂർണ്ണമായിട്ട് കവർ ചെയ്ത പോളി ഹൗസ്. മഴയും വെയിലും കൊള്ളാതെ മാത്രമാണെങ്കിൽ അത് റെയിൻ ഷെൽട്ടർ. പിടി കിട്ടിയോ? മൂന്നാമത് വരുന്നതാണ് പ്രിസിഷൻ ഫാമിംഗ്. പ്രിസിഷൻ എന്ന വാക്കിൽ നിന്ന് തന്നെ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ പ്രിസൈസായിട്ട് അളന്ന് മുറിച്ച് ചെടിയിലേക്ക് എത്തിക്കുന്ന കൃഷി രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് എ ടെക്നിക്ക് ദാറ്റ് ഇനേബിൾ മാക്സിമം പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ സാധനം കൊടുത്താൽ ചെടി മാക്സിമം ഈൽഡ് തരും. ബൈ പ്രൊവൈഡിങ് ഈച്ച് ക്രോപ്പ് വിത്ത് ദ റിക്വയർഡ് വാട്ടർ, ന്യൂട്രിയൻറ്റ് ആൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് ഇൻ ദ റൈറ്റ് ടൈം ആൻഡ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി. കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും ചെടിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ കൊടുത്ത് ചെടിയിൽ നിന്ന് മാക്സിമം ഈൽഡ് ഉൽപ്പാദിപ്പിക്കുന്ന മെത്തേഡാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ റെയിൻ ഷെൽട്ടർ ആൻഡ് ഓപ്പൺ ഏരിയാസ്. നേരത്തെ പഠിച്ച് റെയിൻ ഷെൽട്ടർ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ പോളിത്തീൻ ഷീറ്റൊക്കെ വരച്ചിട്ട് വിരിച്ചിട്ടിട്ട് തറയിൽ, എന്നിട്ട് അതിൽ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിത്ത് നടും. അവിടെ ചെടി വളർന്നു വരും. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നമുക്ക് ചെടിക്ക് വെള്ളമൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അതാണ് സംഭവം എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്താണ്? പ്രിസൈസ് യൂസ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് അളവിൽ കിട്ടും വിത്തൗട്ട് വേസ്റ്റേജ്. അപ്പോൾ വെള്ളത്തിൻ്റെ വേസ്റ്റേജ് ഒക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, മൈക്രോ ഇറിഗേഷനിലൂടെ നമ്മൾ ഈ പറഞ്ഞ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തുള്ളികളായിട്ടോ ഡ്രോപ്പുകളായിട്ടോ ഒക്കെ കൊടുക്കുന്ന മെത്തേഡാണ്. പെസ്റ്റ് കൺട്രോൾ നമുക്ക് ഇതിൽ നിന്ന് സൂപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡിജിറ്റൽ ഫാമിംഗ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറ്റും. കണ്ടോ അഗ്രി ബോട്ട്, റോബോട്ട് കൃഷി ചെയ്യുന്നു എന്നൊക്കെ പണ്ട് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. ഇന്ന് പക്ഷേ പറ്റും. നമ്മുടെ ടെക്നോളജി അത്രത്തോളം വളർന്നിട്ടുണ്ട്. അപ്പം ബിഗ് ഡേറ്റ അനാലിസിസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സഹായത്തോടു കൂടി കൃഷി ആധുനിക രീതിയിൽ ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ ഫാമിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഏത് സമയത്ത് വെള്ളം കൊടുക്കണം, ആൾ പോയി വെള്ളമൊന്നും കൊടുക്കേണ്ട, സെൻസറുകളിലൂടെയൊക്കെ നമുക്ക് സമയമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി. കൃത്യസമയമാകുമ്പോൾ ടാപ്പ് ഓപ്പൺ ആകും, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഓപ്പൺ ആകും, അതിൽ നിന്ന് വെള്ളം കിട്ടും വരും. ചെടികളെ പറ്റിയിട്ട് എപ്പോൾ വളം കൊടുക്കണം, എപ്പോൾ ഈൽഡ് കിട്ടും, എപ്പോൾ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത്, എന്തളവിൽ വളം കൊടുക്കണം, ഇതൊക്കെ ഡേറ്റ അനാലിസിസിലൂടെയൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡിജിറ്റൽ ഫാമിംഗ്. പേരിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഒന്നാണ് വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കൽ ഫാമിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ഥലപരിമിതിയുള്ള സിറ്റി അല്ലെങ്കിൽ അർബൺ ഏരിയകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന വെർട്ടിക്കൽ ഫാമിംഗ്. സാധാരണ നമ്മൾ ചെടികൾ ഇങ്ങനെ പാടത്ത് നടുന്നതിന് പകരം ഈ പറയുന്ന ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡിൽ വെർട്ടിക്കലി ഒന്നിനു മുകളിൽ ഒന്നായിട്ടൊക്കെ നമ്മളിങ്ങനെ അടുക്കി നടത്തുന്ന കൃഷി രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ വേ ടു പ്രൊഡ്യൂസ് ഫുഡ്സ് ഇൻ ദ സിറ്റീസ് ഡ്യൂ ടു അർബനൈസേഷൻ ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് ദ അഗ്രികൾച്ചർ ലാൻഡ്. എന്തൊക്കെയായിരിക്കും? നമ്മൾ വെർട്ടിക്കലി ഈ പറയുന്ന സ്റ്റാക്ക് ചെയ്തിട്ട് ലെയറുകളാക്കി നമ്മൾ അല്ലെങ്കിൽ എന്താണ് ബിൽഡപ്പ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മൾ ചെടി നടുന്ന രീതിയാണ്. ഹൈഡ്രോപോണിക്സ് കേട്ടിട്ടുണ്ടായിരിക്കും. മണ്ണില്ലാതെ വെള്ളത്തിലൂടെ ചെടികളിലേക്ക് ന്യൂട്രിയൻസ് എത്തിക്കുന്ന രീതി. എയറോപോണിക്സ്, എയറിലൂടെ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് നമ്മൾ എത്തിക്കുന്ന രീതി. അക്വാപോണിക്സ്, മീനും കൂടെ വളർത്തിയിട്ട് മീനിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ വിസർജ്യമൊക്കെ ചെടികൾക്ക് വളമാക്കി മാറ്റുന്ന ഒരു എക്കോസിസ്റ്റം പോലെ സംഭവം ക്രിയേറ്റ് ചെയ്യുന്ന രീതി. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, മറ്റൊന്ന് ഓർഗാനിക് ഫാമിംഗ്. എന്താ ഓർഗാനിക് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കെമിക്കൽ ഫെർട്ടിലൈസറുകളും സിന്തറ്റിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡുകളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നാച്ചുറൽ മെത്തേഡിലൂടെ കമ്പോസ്റ്റ്, ഗ്രീൻ മാനുവർ, ക്രോപ്പ് റൊട്ടേഷൻ, അതുപോലെ മെഷീൻസിൻ്റെയൊക്കെ സഹായത്തോടെ കെമിക്കലുകൾ ഒഴിവാക്കി നടത്തുന്ന കൃഷി രീതിയാണതെന്ന് പറയുന്നത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നോവേറ്റീവ് ട്രെൻഡ്സിൽ പഠിച്ചത്? ആദ്യം പഠിച്ചു റെയിൻ ഷെൽട്ടർ. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഷെൽട്ടർ നമ്മൾ ഉണ്ടാക്കുന്നു പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട്. എന്താ കാര്യം? ചെടിക്ക് ആവശ്യമായ അളവിൽ മാത്രം സൺലൈറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന മഴയും കിട്ടുന്ന രീതി. അടുത്ത് നമ്മൾ പഠിച്ചാണ് പോളി ഹൗസ് ഫാമിംഗ്. ചെടിക്ക് വേണ്ട കാര്യം നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നു. കാറ്റ് പോലും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരത്തില്ല. പൂർണ്ണമായും പോളിത്തീൻ ഷീറ്റ് കവർ ചെയ്ത് ആവശ്യത്തിന് ചെടിക്ക് വേണ്ട ഹീറ്റും റെയിനും കോൾഡും സൺലൈറ്റും കൊടുക്കുന്ന മെത്തേഡാണ് എന്താ? പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിസിഷൻ ഫാമിംഗ്. ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസുകൾ നമ്മൾ മാക്സിമം അളന്ന് മുറിച്ച് കറക്റ്റ് ചെടിയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നു. അടുത്ത് വരുന്നതാണ് ഡിജിറ്റൽ ഫാമിംഗ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ബിഗ് ഡേറ്റ അനാലിസിസിൻ്റെയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് വെർട്ടിക്കൽ ഫാമിംഗ്. സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്ത് ചെടികൾ നടുന്ന പരിപാടിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ് ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കെമിക്കലായ വസ്തുക്കളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നാച്ചുറൽ മെത്തേഡിലൂടെ ചെടി നടുന്ന രീതി. ഇന്നിപ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഈ കെമിക്കലൊക്കെ അകത്ത് പോയിട്ട് പല രോഗങ്ങളും നമുക്ക് വരുന്നു. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും.
നെക്സ്റ്റ്, ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞാലും കൃഷി ഭയങ്കരമാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. പല പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറഞ്ഞ കെമിക്കൽ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഒക്കെ നമുക്ക് ഇന്ന് വാങ്ങിച്ച് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ട് കിട്ടുന്ന ലാഭം കടയിൽ കൊടുക്കാനേ തികയുള്ളൂ. ഇവർക്ക് ഒരു ഗുണമൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുക. ഇടനിലക്കാരെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ഒരു കർഷകൻ്റെ കയ്യിൽ നിന്ന് 1 കിലോ ഇപ്പോൾ തക്കാളി 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ പറയുന്ന ഇടനിലക്കാരന് അത് 50 രൂപയ്ക്ക് വിൽക്കും. എന്നിട്ട് ഈ 40 രൂപ പ്രോഫിറ്റും ഇവരടിച്ചു മാറ്റുന്നൊരു പരിപാടിയുണ്ട്. അതുപോലെ കാരണം ഈ കർഷകന് ഡയറക്റ്റായിട്ട് ഈ മാർക്കറ്റ് കണ്ടുപിടിക്കാനുള്ള സമയമോ സന്ദർഭമോ ടെക്നോളജിയോ ഇല്ല. അപ്പോൾ അത് ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാർ. അപ്പോൾ മാർക്കറ്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്. മറ്റൊന്ന്, കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസയുടെ കുറവ്, ലാക്ക് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ വസ്തുക്കളുടെയും വിലയിലുണ്ടാകുന്ന വർധനവ്, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന സീഡ് വാങ്ങാനും ഹൈ ഈൽഡ് വെറൈറ്റി സീഡ് വാങ്ങാനും ഇതിന് വേണ്ട ഇറിഗേഷൻ കൊടുക്കാനും ഒക്കെ ഉള്ള പൈസ ഇല്ലാത്തതും കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടാണ്. അതല്ലാതെ എന്തൊക്കെ വരും? നെഗ്ലക്റ്റ് ഓഫ് ക്രോപ്പ് റൊട്ടേഷൻ. നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യാതെ ഒരു സ്ഥലത്ത് ഒരു മണ്ണിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് കൃഷി ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമ്മൾ കെമിക്കൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മണ്ണെന്ന് പറയുന്നത് ലാൻഡ് ഡീഗ്രഡേഷനിലോട്ട് പോകും. മണ്ണ് ഉപയോഗശൂന്യമായിട്ട് മാറും. അടുത്ത്, ക്രോപ്പ് ഫെയിലിയർ. ഈ പറയുന്ന കാലാവസ്ഥ പ്രശ്നങ്ങൾ കൊണ്ടോ പെസ്റ്റ് അറ്റാക്ക് കൊണ്ടോ നടുന്ന ചെടികളൊക്കെ ഇല്ലാണ്ടായി പോകുന്നു. അപ്പോൾ കർഷകനെല്ലാം ഉണ്ടോ? ഇല്ല. കടം, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ്, ആവശ്യത്തിനുള്ള റിസർച്ചുകൾ ഈ മേഖലയിൽ നടക്കാത്തത് കൊണ്ട് നമ്മൾ പിന്നാക്കം പോവുകയാണ്. ലോണിൻ്റെ അവൈലബിലിറ്റി കുറവ്, അഗ്രികൾച്ചർ സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന കുറവ്, നടുമ്പോൾ ഉണ്ടാകുന്ന വിലയായിരിക്കത്തില്ല ഇത് മാർക്കറ്റ് വിൽക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് നഷ്ടം വരുന്നു. മെക്കനൈസേഷൻ്റെ കുറവ്, മെഷീനുകളുടെ കുറവ്, ക്ലൈമറ്റിലുണ്ടാകുന്ന മാറ്റം, കാലാവസ്ഥ മാറുന്നു, മഴക്കാലത്ത് വെയിൽ വരുന്നു, വെയിൽ വരേണ്ട കാലത്ത് മഴ വരുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് കർഷകർ നേരിടുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്തണം. കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് വരണം. അതിനാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതിയൊക്കെ സർക്കാർ കൊണ്ടുവരുന്നത്. അത് വായിച്ചു വിട്ടാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി വരുന്നതാണ് ഈ പറഞ്ഞ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും കോട്ടേജ് ഇൻഡസ്ട്രീസും. എന്ന് വെച്ചാൽ ഞാനൊരു കർഷകൻ, ഞാൻ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പൈനാപ്പിൾ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക സീസൺ ആകുമ്പോഴത്തേക്കുമാണ് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമല്ലല്ലോ പൈനാപ്പിൾ നട്ടേക്കുന്നത്, നാട്ടിലുള്ള പലരും നട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് സാധനം മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ ഡിമാൻഡ് കുറയും, സാധനത്തിൻ്റെ വില കുറയും. അപ്പോൾ ഇതേ പൈനാപ്പിളിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഞാൻ മാറ്റുന്നു എന്ന് കരുതുക. അതായത് ഞാൻ ജാം ഉണ്ടാക്കുന്നു, സ്ക്വാഷ് ഉണ്ടാക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിത് ഈ പറയുന്ന സീസൺ കഴിഞ്ഞാലും എനിക്കിത് വിൽക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി മാറ്റുന്ന സ്ഥാപനങ്ങളാണ് ഈ അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും കോട്ടേജ് ഇൻഡസ്ട്രിയും. തമ്മിലുള്ള വ്യത്യാസം സിമ്പിളാണ്. ഈ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കുടിൽ വ്യവസായം, ഒരു വീട്ടിൽ അല്ലെങ്കിൽ 1-2 വീട്ടുകാരൊക്കെ ചേർന്നിട്ട് ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചേർന്ന്, പുറത്തൊന്നും ജോലിക്കാരൊന്നുമില്ല, ചെറിയ മെഷീനൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന സംഭവമാണ് കോട്ടേജ് ഇൻഡസ്ട്രി. കുറച്ചുകൂടി പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്നതാണ് അഗ്രോ ബേസ്ഡ് സ്കെയിൽ. അതിന് ചെറിയൊരു ഫാക്ടറിയും സെറ്റപ്പൊക്കെ കാണും. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതല്ല, ചെറിയ രീതിയിൽ. അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ, അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സുകളെ റോ മെറ്റീരിയലാക്കി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ് അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും കോട്ടേജ് ഇൻഡസ്ട്രിയും എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് കർഷകർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ സംഭവം? സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ദാറ്റ് ഓപ്പറേറ്റ് ലോക്കലി അറൗണ്ട് ബൈ യൂസിങ് അഗ്രികൾച്ചർ റിസോഴ്സസ് ആർ വൺ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അതിലെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് നോട്ട് എക്സീഡിങ് 10 crore ആൻഡ് ആൻ ആനുവൽ ടേൺ ഓവർ ഓഫ് ലെസ് ദാൻ 50 crore. അതായത് എന്തായിരിക്കും? തുടങ്ങാനായിട്ട് 10 കോടി രൂപയിൽ താഴെ മുടക്ക് മുതലിൽ തുടങ്ങുന്ന കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളെന്ന് വിളിക്കാം. ഇവിടുത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു വർഷം 50 കോടിയിൽ താഴെയായിരിക്കണം. അപ്പം നിങ്ങൾ ഈ കോടികളൊന്നും കണ്ട് ഞെട്ടണ്ട, ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജാം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, പാല് ഉണ്ടാക്കുന്ന ഇപ്പോൾ മിൽമ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് പനീർ ഉണ്ടാക്കുന്നു, ഇതൊക്കെ ഒരു സ്ഥാപനമല്ലേ? അമൂൽ, ബട്ടർ, അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ, ജാം ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് വരും. ഇനി കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ വ്യക്തിയോ അല്ലെങ്കിൽ കുടുംബമോ ആയിരിക്കും ലോക്കലി അവൈലബിൾ ആയ റിസോഴ്സുകളൊക്കെ പ്രോഡക്റ്റാക്കി മാറ്റുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കോടികളൊന്നും വരത്തില്ല, ചെറിയ ലക്ഷങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ,
പ്രധാനമായിട്ടും ലേബർ എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഹാൻഡ് ക്രാഫ്റ്റ്, ലെതർ ഇൻഡസ്ട്രി, കാർപ്പറ്റ് മേക്കിംഗ്, വീവിങ്, ഇതിൻ്റെയൊക്കെ തുടക്കം കോട്ടേജ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് സ്മോൾ സ്കെയിൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആയിട്ട് മാറും. ഈ പറഞ്ഞ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ റൂറൽ എക്കോണമിയുടെ ബാക്ക് ബോൺ ആണെന്നാണ് കരുതപ്പെടുന്നത്. കാരണം റൂറൽ ഏരിയാസിലും ആൾക്കാർ കൂടുതലും ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത് വരുന്നത്. സെറ്റല്ലേ? അപ്പോൾ ചലഞ്ചസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ ഹൈ പ്രൈസ്, അത് അവർക്ക് വാങ്ങാൻ പറ്റുന്നില്ല. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കയ്യിലുള്ള കാശ് ക്യാപിറ്റലിൻ്റെ കുറവ്, പ്രൊഡക്ഷൻ കോസ്റ്റിലുണ്ടാകുന്ന വർധനവ്, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടൽ, സീഡിങ്ങിനും അതുപോലെ ഇൻഗ്രേഷനും ഒക്കെ ചിലവാകുന്ന അമിതമായിട്ടുള്ള പൈസ, അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ നെഗ്ലക്ട് ചെയ്യുന്നു, ക്രോപ്പിനുണ്ടാകുന്ന ഫെയിലിയർ, ക്രോപ്പ് ലോസ്, അഗ്രികൾച്ചർ ഡെറ്റ്, ലാക്ക് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ഇതിനകത്ത് കാരണങ്ങളായിട്ട് വരും. ലോണ് കിട്ടാത്ത അവസ്ഥ, റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ക്ലൈമറ്റിക് ചേഞ്ച് ഒക്കെയാണ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനിൽ ഒന്നാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രികളും കോട്ടേജ് ഇൻഡസ്ട്രി. അപ്പോൾ സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് നമ്മുടെ ലോക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കർഷകരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 കോടി രൂപയിൽ താഴെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും 50 കോടി താഴെ ടേൺ ഓവറുമുള്ള കൃഷിയിലെ സാധനങ്ങളെ റോ മെറ്റീരിയലാക്കി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കോട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിലോ ഒരു വ്യക്തിയോ വീട്ടുകാരോ ഒക്കെ ചേർന്ന് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? ചേഞ്ചിങ് ഫേസ് ഓഫ് അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. അതായത് ഈ പറയുന്ന അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് നമ്മളെ ഈ ഗവൺമെൻറ്റുകളുടെ പോളിസികൾ കാരണം ഇന്ന് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ചെറിയ ചെറിയ ലോണുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡികൾ, ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിലൂടെ നമുക്ക് സാധനങ്ങൾ കൂടുതൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റി വിൽക്കാൻ പറ്റും. മാത്രമല്ല പുതിയ പുതിയ ഇന്നൊവേഷൻസും അതുപോലെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളും ഈ പറയുന്ന പ്രോഡക്റ്റുകളായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞത് ഞാൻ ഈ അടുത്ത് കണ്ടൊരു സംഭവമാണ്. നമ്മുടെ ഈ തവിട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അരിയിൽ നിന്ന് കിട്ടുന്ന, നെല്ലിൽ നിന്ന് കിട്ടുന്ന തവിട്, ഇതുപയോഗിച്ച് പ്ലേറ്റ് ഉണ്ടാക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബയോഡിഗ്രേഡബിൾ ആണ്, മാലിന്യമല്ല, പ്ലാസ്റ്റിക് പോലെയല്ല. അപ്പോൾ അതൊരു ഇന്നൊവേഷൻ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കൃഷിയിൽ നിന്നും പല പല ഇന്നൊവേഷൻസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? സെറ്റാണെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ കുറേ നേരമായി ക്ലാസ് ബോറൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ. ഓക്കെ, ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിക്കാം. ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. ഹാൻഡ്ലൂം എന്ന് വെച്ചാൽ എന്താ? നെയ്ത്ത് അല്ലേ? നെയ്ത്ത് എന്ന് വെച്ചാൽ എന്താ? ഈ കോട്ടൺ ചെടി, പരുത്തി ചെടിയിൽ നിന്ന് കിട്ടും, അതിനെ നൂലാക്കി മാറ്റിയിട്ട് ആ നൂല് വെച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് ഭയങ്കര വലിയ പങ്കുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യം നോക്കി, ഐ ഡു റിഗാർഡ് സ്പിന്നിങ് ആൻഡ് വീവിങ് ആസ് എ നെസസറി പാർട്ട് ഓഫ് എനി നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ രീതിയിൽ ഒരു ഭാഗം തന്നെ നമ്മൾ സ്പിന്നിങ്ങും വീവിങ്ങും ആക്കണമെന്നാണ്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു കാലാവസ്ഥ അനുസരിച്ച് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പരുത്തി നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈസ്റ്റേൺ ഭാഗത്തൊക്കെ നമുക്ക് ചണമുണ്ട്. ചണം എന്ന് വെച്ചാൽ ജൂട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുടെ വളർച്ചയിലൂടെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളാക്കി മാറ്റി വയ്ക്കാൻ പറ്റും. സോ നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന ഗ്രാമപ്രദേശങ്ങളിലെയും സെമി റൂറൽ ഏരിയാസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ജീവിത മാർഗ്ഗത്തിലൊന്നാണ് നമ്മുടെ നെയ്ത്ത് എന്ന് പറയുന്നത്. ഗാന്ധിജി എന്ന് പറയുമ്പോൾ ചർക്ക കറക്കിക്കൊണ്ടിരിക്കുന്ന, ചർക്ക എന്ന് വെച്ചാൽ എല്ലാ റൗണ്ട് സാധനം, അത് കറക്കിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ലേ? ഖാദിയെ പ്രൊമോട്ട് ചെയ്തില്ലേ? അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്, ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്ന് അത് തുടങ്ങണം. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെ ആൾക്കാരുടെ പ്രധാന വ്യവസായം നന്നായി കഴിഞ്ഞാൽ അത് ഗുണമുണ്ടാവുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പുതിയൊരു ഭാഗത്തോട്ട് പോവുകയാണ്, അഗ്രികൾച്ചറൽ മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കർഷകൻ നേരിടുന്ന പ്രധാന പ്രശ്നത്തിലൊന്നാണ് മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ഈ കർഷകനും കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വാങ്ങുന്ന ആളും തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് ഈസ് എ സിസ്റ്റം ഫോർ buying and selling agricultural products. An efficient agricultural market is essential for the progress of agriculture. The main objective of an agricultural market are to enable primary producer, അതായത് കർഷകൻ, to earn the best possible income and to provide a fair price while maintaining the quality of the agricultural product. അപ്പോൾ എന്താണ്? കർഷകൻ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന അതും ഇത് വാങ്ങുന്ന ആളും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ലിങ്കാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. പല രീതിയിലുണ്ട്. എന്തൊക്കെ ഉണ്ട്? നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ ഷോപ്പുകളുണ്ട്, ഹൈപ്പർ മാർക്കറ്റുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ലുലു അതുപോലെയുള്ള വലിയ മാർക്കറ്റുകളൊക്കെ അഗ്രികൾച്ചർ സാധനം നമുക്ക് കിട്ടത്തില്ലേ? അതുപോലെ ഓൺലൈൻ മാർക്കറ്റിൽ ഫാം ഫ്രഷ് പോലെയുള്ള പല ആപ്ലിക്കേഷൻസും ഒക്കെ എന്താണ്? നമുക്ക് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഓൺലൈനായിട്ട് കൊണ്ട് തരുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന എന്താണ്? കർഷകരെയും അത് വാങ്ങുന്ന കൺസ്യൂമറേയും തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം ഏത് ആക്ടിവിറ്റിയിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാളിറ്റി സാധനം വാങ്ങുന്ന കൺസ്യൂമറിന് കിട്ടണം. അതുപോലെ ഈ സാധനത്തിൻ്റെ വില കൃത്യമായി ആർക്ക് കിട്ടണം? കർഷകനിലേക്ക് കിട്ടണം. കാരണം പലപ്പോഴും അത് കിട്ടാറില്ല എന്നുള്ളതാണ് അവസ്ഥ. അതായത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ്റെ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും? എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും, പക്ഷേ അതിനൊക്കെ നല്ല കാശ് വേണം. കൺസ്യൂമർ ഡയറക്റ്റായിട്ട് വിൽക്കാൻ പറ്റും, റീറ്റെയിൽ ട്രേഡേഴ്സിന് വിൽക്കാൻ പറ്റും, ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ അതായത് കർഷക സംഘങ്ങളെ വിൽക്കാൻ പറ്റും, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഡിജിറ്റൽ മാർക്കറ്റുകളിലൂടെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രികൾക്കൊക്കെ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. സോ എവിടെ ആയാലും കർഷകന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ന്യായ വില കിട്ടണം. ഇതെന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്? കാരണം പലപ്പോഴും ഈ പറയുന്ന വില നമ്മുടെ കർഷകന് കിട്ടാറില്ല. ഓക്കെ, അതിവിടെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അഗ്രികൾച്ചറൽ മാർക്കറ്റുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും. എന്താ ഓർഗനൈസ്ഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓർഗനൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം വർക്ക് ചെയ്യുന്നു. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി പോലെയുള്ള സംഘങ്ങളുടെ നിർദ്ദേശപ്രകാരം കറക്റ്റ് ഫെയർ പ്രൈസിൽ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ് ഓർഗനൈസ്ഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, ഇത് ഈ പറയുന്ന APMC അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇത് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്തതാണെന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നു. ഈ അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കർഷകർക്ക് ന്യായവില കിട്ടുന്നില്ല. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഇടനിലക്കാർ, ഇവർ ഈ കർഷകർ ചൂഷണം ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി വയ്ക്കും. ഇവർ സാധനങ്ങൾ വാങ്ങിയിട്ട് പൂഴ്ത്തി വയ്ക്കും. എന്നിട്ട് പൂഴ്ത്തി വയ്ക്കുകയെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാതെ ഒളിപ്പിച്ച് വയ്ക്കും. ഒളിപ്പിച്ച് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൊണ്ടുവരാതെ ഗോഡൗൺ ഇട്ടേക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ മൂടി വയ്ക്കുന്നതല്ല. അപ്പോൾ എന്തുപറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില, ഡിമാൻഡ്, ഇതൊക്കെ ഇവർ കൺട്രോൾ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ ഗുണമൊന്നും ആർക്ക് കിട്ടത്തില്ല? പാവം കർഷകന് കിട്ടത്തില്ല. അപ്പോൾ അതൊരു സൊല്യൂഷൻസ് വേണം. അതിനുള്ള സൊല്യൂഷനുകളിൽ ഒന്നാണ് റൂറൽ പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെയൊക്കെ വീടിനടുത്തുണ്ടാവും അല്ലേ, റോഡിൻ്റെ സൈഡിലായിട്ട് ഈ കർഷകർ അവരുടെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ കൊണ്ടുവന്ന് വെക്കും. നമ്മൾ നോർമൽ ചന്ത എന്ന് പറയും. ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പുതിയ പിള്ളേർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വീടിനടുത്ത് എന്തായാലും ഒരു ചന്ത കാണുമല്ലോ, മാർക്കറ്റ്. ഡയറക്റ്റായിട്ട് കർഷകൻ കൊണ്ടുവന്ന് വിൽക്കും, ഇടനിലക്കാരനൊന്നുമില്ല. അവരുണ്ടാക്കിയ സാധനം അവരവർ കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടി. റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലെ കാണാനുള്ള സിറ്റിയിലൊന്നും അതില്ല. സോ റൂറൽ പ്രൈമറി മാർക്കറ്റ് ആർ ദ മാർക്കറ്റ് വെയർ ഫാർമേഴ്സ് ഡയറക്ട്ലി സെൽ ദെയർ പ്രൊഡ്യൂസ് വിത്തൗട്ട് ഇൻ്റർമീഡിയറീസ്. ഇടനിലക്കാരൊന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് വിൽക്കും അല്ലേ. വില്ലേജുകളിൽ ഈ പറയുന്ന മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മെയിൻ സെല്ലേഴ്സും കൺസ്യൂമേഴ്സും തമ്മിൽ മീറ്റ് ചെയ്യും 1-2 ദിവസം ഒരാഴ്ചയിൽ. ഓക്കെ, വില്ലേജ് മാർക്കറ്റ്, ഹാർട്സ് എന്ന് വെച്ചാൽ ഹിന്ദി വാക്കാൻ തോന്നുന്നു. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ കണ്ട് വില്ലേജ് ഹാർട്സ് ആർ ദ മാർക്കറ്റ് വെയർ പ്രൊഡ്യൂസർ ഇൻ്റർമീഡിയറീസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് ദ വില്ലേജ് ഗ്യാദർ ടു ബൈ സെൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇൻ്റർമീഡിയറ്റ്സ് വരുന്നുണ്ട്, അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വരുന്ന ഒരു മെത്തേഡാണ് ഹോൾസെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇത് ചില സ്ഥലങ്ങളായിരിക്കും, അത് നമ്മുടെ സിറ്റിയിലൊക്കെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഏരിയാസിലായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൃഷിക്കാർ വരുന്നു, ഹോൾസെയിലായിട്ട് ഇത് വാങ്ങുന്ന ആൾക്കാരും വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർമീഡിയറീസിനകത്ത് വരുന്ന ടീം തന്നെയാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആർ ബ്രോട്ട് ഹിയർ ബൈ ദ ഫാർമേഴ്സ് ഹൂ പ്രൊഡ്യൂസ് ദം. These are marketing centers located in the district headquarters or near the railway station. Trade here takes place between the rural farmers and the wholesale traders. ഉണ്ടോ, ഹോൾസെയിൽ ആൾക്കാർ വന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകും. ഗുഡ്സ് ഫ്രം വൺ മാർക്കറ്റ് ഈസ് ഓൾസോ ബോട്ട് ഹിയർ. എക്സാമ്പിൾ മണ്ടീസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെ കൺസ്യൂമർ അല്ല വാങ്ങുന്ന ആൾക്കാർ, ആരാണ് പിന്നെ? ട്രേഡേഴ്സാണ് വാങ്ങുന്നത്. അപ്പോൾ ട്രേഡേഴ്സ് വാങ്ങിച്ചെടുത്ത് പിന്നീട് കൊണ്ടുപോയി വിൽക്കും. ഓക്കെ, ഇത് പല രീതിയിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് നോക്കാമല്ലോ. ചേഞ്ചസ് ഒക്കെ നോക്കി. ഈ പറഞ്ഞ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. പോപ്പുലേഷൻ കൂടുന്നു, സ്ഥലപരിമിതിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് പുതിയ ടെക്നോളജികൾ വേണം. ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു, വീണ്ടും പറയേണ്ട കാര്യമില്ല. അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന സ്ഥലമാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് മാക്സിമം പൈസ കിട്ടുക എന്നുള്ളതാണ്, അതായത് കർഷകന് മാക്സിമം കിട്ടുക എന്നുള്ളതാണ്. ഫാർമേഴ്സും മാർക്കറ്റും. ഓക്കെ, ഈ ഫാർമർ മാർക്കറ്റിൻ്റെ പ്രധാനം നമ്മളിവിടെ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഫ്ലോ ചാർട്ട്.
ഈ പറഞ്ഞ ഫാർമറിന് എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റുന്നത്. ഒന്ന്, ഓർഗനൈസേഷന് വിൽക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റി വിൽക്കാം, റീറ്റെയിൽ മാർക്കറ്റിലൂടെ വിൽക്കാം, റീറ്റെയിൽ ട്രേഡറിന് വിൽക്കാം, അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ടു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതായത് കൃഷിയിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ഡയറക്റ്റ് വിൽക്കാം. ഇങ്ങനെ പല രീതിയിൽ വിൽക്കാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ പലപ്പോഴും ലാഭം കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇത് വിൽക്കുന്ന സ്ഥലമാണ്. 2 തരത്തിലുണ്ട്, ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും. ഓർഗനൈസ്ഡ് ആണെങ്കിൽ ഗവൺമെൻറ് റൂൾസിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇതാണെങ്കിൽ അങ്ങനെ അല്ല. നെക്സ്റ്റ് വരുന്നതാണ് റൂറൽ പ്രൈമറി മാർക്കറ്റ്. അല്ലെ, റൂറൽ പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ആരാണ്, ഡയറക്റ്റായിട്ട് സെല്ലിംഗ് നടക്കുന്നു, ഇൻ്റർമീഡിയറീസ് ഇല്ലാതെ. എന്താണ് ഈ പറയുന്ന ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാർമേഴ്സ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ കൊണ്ടുവരുന്നു. ഇത് പ്രധാനമായിട്ടും ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന, അതായത് റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള മെയിൻ സിറ്റിക്ക് അടുത്തുള്ള സ്ഥലത്തായിരിക്കും നടക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഹോൾസെയിലായിട്ടുള്ള ട്രേഡേഴ്സ് ഇത് വാങ്ങിക്കൊണ്ട് പോകും. അതായത് ഇപ്പോൾ കറക്റ്റ് വില കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടണമെന്ന് ഇല്ല. ഓക്കെ, ഇനി ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല. കേരളാസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഇത് എന്താ പറയുന്നത്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ. ഓക്കെ, സ്റ്റേറ്റ് സപ്പോർട്ടഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ട്, ലോക്കൽ ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗുമാണ് ഒരു കർഷകന്, ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, അതായത് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് സെൽഫ് ഗവേണിംഗ് ബോഡീസ് ആൻഡ് ഫാർമർ പ്രൊഡ്യൂസിംഗ് ഓർഗനൈസേഷൻസ് സപ്പോർട്ടഡ് ബൈ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്സ് ഇൻ ദ അർബൻ ആൻഡ് റൂറൽ ഏരിയസ്. അതായത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഈ കർഷകൻ സാധനം വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ട്, അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഉണ്ട്. അതുപോലെ ഡിസ്ട്രിക്ട് പ്രൊക്യൂർമെൻറ്റ് കം മാർക്കറ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ 5 എണ്ണത്തോളം ഉണ്ട്. 6 ഹോൾസെയിൽ മാർക്കറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ഈ നാം സ്കീമും നമ്മുടെ കേരള ഗവൺമെൻറ് കീഴിലുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ കർഷകനെ കൊണ്ടുപോയിട്ട് അവരുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റും. ഇനി ലോക്കൽ ആയിട്ട് ഡയറക്റ്റ് മാർക്കറ്റ് ഉണ്ട്, ലോക്കൽ ഔട്ട്ലെറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫാർമേഴ്സ് കമ്മിറ്റികളുണ്ട്. ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഇൻ്റർമീഡിയറീസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കർഷകർ ചൂഷണത്തിനിടയാകാൻ വിട്ടുകൊടുക്കുക, അത് ഗവൺമെൻറ് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നാഫെഡ് പോലെയുള്ള കോപ്പറേറ്റീവ് ബോഡികളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് അതുപോലെ മറ്റൊന്നാണ് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ഇതൊക്കെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സേവനങ്ങൾ, ലോണ്, മറ്റ് എക്യുപ്മെൻറ്റുകൾ ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യുക, അതായത് കണ്ടെത്തി കർഷകരിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഇതിനകത്ത് വരുന്നത്. ഇതാ ഈ പറയുന്ന ഭാഗത്തിനകത്ത് വരുന്നത്. സോ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ വരുന്നത്. ഇനി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാകുന്ന കുറവ്, നമ്മുടെ ലോണുകൾ കിട്ടുന്നതിൽ കർഷകർക്ക് ലോൺ കൊടുക്കാൻ ബാങ്കൊക്കെ ഭയങ്കര മടിയാണ്. മാർക്കറ്റ് ഇൻഫർമേഷൻ, അതായത് സാധനങ്ങളുടെ വില വിവര കാര്യങ്ങൾ കർഷകർക്ക് ഡയറക്റ്റായിട്ട് കിട്ടാത്തത്. സ്റ്റോറേജ് ഫെസിലിറ്റി, കോൾഡ് സ്റ്റോറേജ് പോലെയുള്ള ഇവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സ്വന്തമായിട്ട് അവർക്ക് പറ്റത്തില്ല. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഇമ്പോർട്ടിനുണ്ടാകുന്ന ട്രേഡ് റെസ്ട്രിക്ഷൻസ്, അതായത് ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ രാജ്യത്ത് നിന്ന് പുറത്തോട്ട് അയക്കുന്നതിലോ മറ്റു കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ സാധാരണ ചെറിയ വിദ്യാഭ്യാസമുള്ള കർഷകർക്ക് പറ്റണമെന്നില്ല. ഇൻ്റർമീഡിയറീസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു ചാപ്റ്റർ. 1 ഷോട്ട് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. സോ അത്യാവശ്യം ഈ ചാപ്റ്റർ പഠിക്കാനുള്ള എല്ലാ കാര്യവും കവറായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.